അങ്ങനെ ഡി എ സംബന്ധിച്ചുള്ള ഒരു തർക്കവും വഴക്കുമൊക്കെ ഉണ്ടായിരുന്നു. നമ്മളപ്പോൾ കൃത്യമായി ഡി എ സംബന്ധിച്ചുള്ള വാർത്തകൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഓണം സമ്മാനമായി ജീവനക്കാർക്ക് 2% ക്ഷാമബത്ത ഓഗസ്റ്റിൽ അനുവദിക്കാൻ തീരുമാനമായി. ഓഗസ്റ്റ് മാസത്തെ ശമ്പളത്തോടൊപ്പം ഉയർന്ന തുക ലഭിക്കും. 2% ക്ഷാമബത്ത ആരംഭിക്കും. ഓഗസ്റ്റ് അവസാന ആഴ്ച ഓണമായതിനാൽ ആ മാസത്തെ ശമ്പളം നേരത്തെ നൽകും. അപ്പോൾ നേരത്തെ കൊടുക്കുന്ന ശമ്പളത്തോടൊപ്പം തന്നെ ആ 2 മാസത്തെ 2% ഡി എ കൊടുക്കും. ഒരു ഡി എ നൽകാൻ 60 കോടി രൂപയോളം അധികമായി വേണ്ടി വരുമെന്നാണ് കണക്കാക്കുന്നത്. ഈ വർഷം ആദ്യം ലഭിക്കേണ്ട ജീവനക്കാരുടെ 1 ഗഡു ഡി എ കുടിശ്ശികയാണ്. അതാണ് ഓഗസ്റ്റിൽ നൽകുക. ജനുവരിയിലുള്ള കുടിശ്ശിക ഓഗസ്റ്റിൽ നൽകും. ക്ഷാമബത്തയ്ക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷാമ ആശ്വാസവും ഡിയർനെസ് അലവൻസിൽ ലഭിക്കും. ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകണോ എന്ന കാര്യം സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക നില പരിശോധിച്ച ശേഷം ധനവകുപ്പ് തീരുമാനമെടുക്കും. അതിനാൽ മുൻകാല പ്രാബല്യം ഉണ്ടാകുമോ എന്ന കാര്യം പിന്നീട് മാത്രമേ തീരുമാനിക്കുകയുള്ളൂ. എന്തായാലും ജീവനക്കാരുടെ ക്ഷാമബത്തയും പെൻഷൻകാരുടെ ക്ഷാമാശ്വാസവും സമയത്ത് കൊടുത്തു തീർക്കുമെന്ന് മുഖ്യമന്ത്രി നേരത്തെ പ്രസ്താവിച്ചിരുന്നു. അതിന് സഹായകമാകുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാർ ജീവനക്കാർക്ക് 2% ക്ഷാമബത്തയും അതായത് ഡി എയും 2% ഡി ആറും കൊടുക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അപ്പോൾ ഓണത്തിന് സതീശനോട് ആളുകൾക്കൊരു സ്നേഹം കൂടും. UDF കൊടുത്തു തുടങ്ങി. പക്ഷേ ഇനി ബാക്കിയുള്ള കുടിശ്ശിക എന്ന് കൊടുക്കും എന്നുള്ളതിനെ സംബന്ധിച്ചൊരു തർക്കമുണ്ട്. അതിൽ ഇതുവരെ ധനകാര്യ വകുപ്പ് കൃത്യമായ ഒരു തീരുമാനമെടുത്തിട്ടില്ല. ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രത്യേകത ധനകാര്യ വകുപ്പ് മന്ത്രിയും മുഖ്യമന്ത്രിയും ഒരാളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് ക്യാബിനറ്റിൽ വെച്ച് കാര്യങ്ങൾ പാസ്സാക്കാൻ എളുപ്പമാണ്. പിന്നെ ധനകാര്യമന്ത്രിയുടെ എതിർപ്പൊന്നും വരത്തില്ല. ധനകാര്യ വകുപ്പിൻ്റെ രണ്ടും ഒരാളായതുകൊണ്ട് തന്നെ എളുപ്പമാണ്. എന്തായാലും സർക്കാർ ജീവനക്കാർക്ക് 2% ഡി എ ഓണത്തിന് കൊടുക്കാനുള്ള തീരുമാനം ആയിട്ടുണ്ട്. അത് വളരെ നല്ല തീരുമാനം. അപ്പോൾ ഇനി ബാക്കിയുള്ള മുൻകാല പ്രാബല്യം കഴിഞ്ഞ വർഷങ്ങളിലുള്ള ഒരു 7 ഡി എയുടെ കണക്ക് കൂടി ഇനി കിട്ടാനുണ്ട്. ആ 7 ഡി എ 7 പ്രാവശ്യത്തെ 7 ഡി എ എന്നല്ല 7 പ്രാവശ്യത്തെ ഡി എ കൊടുക്കും എന്നാണ്. അത് 8 പ്രാവശ്യമായിട്ട് കൊടുക്കുമെന്നും അങ്ങനെ കൊടുക്കുമ്പോൾ അത് 4 വർഷം കൊണ്ട് കൊടുക്കുമെന്നും 6 മാസത്തിലൊരിക്കൽ കൊടുക്കുമെന്നൊക്കെ പറഞ്ഞ് ഒരു ഉത്തരവ് നേരത്തെ ഉണ്ടെങ്കിലും അത് എന്ന് മുതൽ കൊടുക്കുമെന്നും അതിൻ്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരുപാട് കൺഫ്യൂഷൻ കഴിഞ്ഞ ഗവൺമെൻറ് ഉണ്ടാക്കി. എന്തായാലും ഡി എ കൊടുക്കാൻ തീരുമാനിച്ചു. അത്ര കണ്ട് കയ്യടി ഉദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും വളരെ കൃത്യമായ ഒരു പ്രഖ്യാപനം വി.ഡി. സതീശൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ട്. ഈ ഓഗസ്റ്റ് മാസത്തെ ശമ്പളം ഓണശമ്പളമാണ്. അത് ഓണത്തിന് മുമ്പേ കൊടുക്കുന്നതാണ്. ആ ശമ്പളത്തോടൊപ്പം 2% ഡി എയും 2% ഡി ആറും കൊടുക്കാൻ തത്വത്തിൽ ധാരണയായിട്ടുണ്ട്. അത്ര കണ്ട് വി.ഡി. സതീശൻ ഓണത്തിന് കയ്യടി വാങ്ങും. ഇനിയിപ്പോൾ ക്ഷേമ പെൻഷനുകളുണ്ട്. അതുപോലെ തന്നെ വേറെ ഒത്തിരി കാര്യങ്ങളുണ്ട്. അതിലൊക്കെ എന്ത് തീരുമാനം വരും. എന്തായാലും ഓണത്തിന് കുറേയധികം തീരുമാനങ്ങൾ ഉണ്ടാകാനുള്ള എല്ലാ സാധ്യതയുമാണ് മുന്നിൽ കാണുന്നത്. ഓണം ബമ്പർ അടിച്ചു എന്ന് തന്നെ പറയാം ഉദ്യോഗസ്ഥർക്ക്.